എക്സാമിൻ്റെ രാവിലെ ഞാൻ ആ ടിപ്സും ട്രിക്സും എഴുതി വെച്ചേക്കുന്ന ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. എങ്ങനെയാണ് നമ്മൾ OET-നെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ മെത്തേഡ്സും 4 മോഡ്യൂളിലും ട്യൂട്ടേഴ്സ് കൃത്യമായി പറഞ്ഞു. സ്പീക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് കാർഡ്സുകളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. എക്സാം കാർഡ്സുകളും അല്ലാത്ത കാർഡുകളും ചെയ്യിപ്പിക്കും. ഇതുകൂടാതെ ജിനുമാം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. സ്പീക്കിങ്ങിൻ്റെ കറക്ഷൻ ഈ ട്യൂട്ടേഴ്സ് തന്നേക്കുന്ന ബുക്ക് നോക്കിയാൽ മനസ്സിലാകുമായിരുന്നു. പിന്നെ ഇതുകൂടാതെ വീക്കാണ് എന്ന് തോന്നുന്നവരോട് അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ക്ലാസ് ടൈം അല്ലാതെ മോർണിംഗിലും ഈവനിങ്ങിലും ട്യൂട്ടേഴ്സ് ഞങ്ങളുടെ കൂടെ ഇരിക്കുമായിരുന്നു. പിന്നെ റീഡിങ്ങിൻ്റെ 2 ആഴ്ചത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ട്രിക്സുകൾ ട്യൂട്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എന്തുമാത്രം അതൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. എൻ്റെ പേര് ദീപ്തി പീറ്റർ. ഞാൻ ജിനൂസ് അക്കാഡമിയിലെ റീസെൻറ്റ് OET വിന്നറാണ്. OET പഠിക്കണമെന്ന ആഗ്രഹം തോന്നിയ സമയത്ത് ഞാൻ യൂട്യൂബിലെ ഒരുപാട് വീഡിയോസുകൾ സെർച്ച് ചെയ്തു. അതിൽ ജിനു മാഡത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ കുറച്ചും കൂടി അപ്രോച്ചബിൾ ആണെന്ന് തോന്നി. അങ്ങനെ OET പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് OET-യുടെ ഓഫ്ലൈൻ ബാച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആലപ്പുഴയിൽ ഓപ്പൺ ആയത് ജിനൂസ് അക്കാഡമിയുടെ കീഴിൽ. അങ്ങനെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ആദ്യത്തെ 2 ആഴ്ചയിൽ നല്ലൊരു ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ OET-നെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ മെത്തേഡ്സും 4 മോഡ്യൂളിലും ട്യൂട്ടേഴ്സ് കൃത്യമായി പറഞ്ഞു തന്നു. ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരുന്നു. എല്ലാ മോഡ്യൂളുകളെ പറ്റിയും ട്യൂട്ടേഴ്സ് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുമായിരുന്നു. ഗ്രാമറൊക്കെ ആണെങ്കിൽ തന്നെ വളരെ യൂസ്ഫുൾ ആയിരുന്നു ഗ്രാമർ ക്ലാസ്സുകളൊക്കെ. റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടൈപ്പ് ലെറ്ററുകളും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആദ്യമേ ക്ലാസ്സിൽ ഉണ്ടാകും. അതിനുശേഷം നമ്മളോട് അത് എഴുതിക്കൊണ്ട് വരാൻ പറയും ആദ്യത്തെ 2 ആഴ്ച സമയത്ത്. അതിൽ നമുക്ക് ട്യൂട്ടേഴ്സ് ഓരോന്നിനും കറക്ഷൻ തരും. അങ്ങനെ കറക്ഷൻ ചെയ്ത് വന്നു കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ലെറ്റർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ലെറ്റർ എഴുതി തുടങ്ങുന്നത് തന്നെ 35 മിനിറ്റ് വെച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ട് ലെറ്റർ എഴുതിച്ചുകൊണ്ടിരുന്നത്. ആ 35 മിനിറ്റ് ആകുമ്പം തന്നെ ലെറ്റർ ഫിനിഷ് ഞങ്ങളെ കൊണ്ട് പെൻസിൽ ഡൗൺ പറഞ്ഞ് അത് നിർത്തുകയും, അതൊക്കെ ഒരു എക്സാം രീതിയിലാണ് ഞങ്ങൾ ഓരോ ദിവസവും ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ലെറ്ററുകൾ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ലെറ്ററിന് കിട്ടുന്ന ഇൻഡിവിജ്വൽ കറക്ഷൻസ് വെച്ച് വീണ്ടും റീറൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും ഒരു കോമയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് അത് ഇമ്പോസിഷൻ എഴുതിക്കുമായിരുന്നു. അങ്ങനെ ഇമ്പോസിഷൻ എഴുതിക്കുന്നത് കൊണ്ട് ഒരു കോമയും സെമിക്കോളൻ എല്ലാം കൃത്യമായിട്ട് എങ്ങനെ ഇടണമെന്നുള്ളത് മനസ്സിൽ പതിയുമായിരുന്നു ഓരോ ലെറ്ററുകളും എടുത്തു വരുമ്പോൾ. സ്പീക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് കാർഡ്സുകളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. എക്സാം കാർഡ്സുകളും അല്ലാത്ത കാർഡുകളും ചെയ്യിപ്പിക്കും. ഇതുകൂടാതെ ജിനുമാം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ സ്പീക്കിംഗ് നടത്തുകയാണെങ്കിൽ തന്നെ ഒരു എക്സാം മോഡലിലാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരുന്നത്. ട്യൂട്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന കറക്ഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യണം, അടുത്ത കാർഡ് കിട്ടുമ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. സ്പീക്കിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനൊക്കെ പറ്റി ഇങ്ങനെ വീഡിയോ കാണുന്നതല്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പഠിക്കാൻ വരുമ്പോഴാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി എന്ത് പറയണമെന്ന് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങ് നിന്നു പോകും. അപ്പോൾ ട്യൂട്ടേഴ്സ് നമ്മുടെ ബുക്കിൽ നമുക്ക് എന്തൊക്കെയാണ് കുറവ് എന്നുള്ളത് നമുക്ക് എഴുതി തരും. പോസ് വന്നോ, ഹമ്മിങ് ഉണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ റീഅഷറിങ് ചെയ്തിട്ടുണ്ടോ, എല്ലാം ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ നമുക്കിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അറിയാം ഒരു ദിവസം നമുക്ക് ഇത്ര കുറവുകളുണ്ട്, നമ്മൾ ഇത്ര സമയം കൊണ്ട് സ്പീക്കിംഗ് നിർത്തി, നമുക്ക് ഇനി ഇത്രയും മിനിറ്റ്സ് ബാക്കി കിടക്കുവാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ കറക്റ്റ് 5 മിനിറ്റിലേക്ക് എത്താം എന്നുള്ളതൊക്കെ ഈ സ്പീക്കിങ്ങിൻ്റെ കറക്ഷൻ ഈ ട്യൂട്ടേഴ്സ് തന്നേക്കുന്ന ബുക്ക് നോക്കിയാൽ മനസ്സിലാകുമായിരുന്നു. പിന്നെ ഇതുകൂടാതെ വീക്കാണ് എന്ന് തോന്നുന്നവരോട് അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ക്ലാസ് ടൈം അല്ലാതെ മോർണിംഗിലും ഈവനിങ്ങിലും ട്യൂട്ടേഴ്സ് ഞങ്ങളുടെ കൂടെ ഇരിക്കുമായിരുന്നു. അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഈ സ്പീക്കിംഗ് തുടങ്ങുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത്, അതിനെല്ലാം ഓവർകം ചെയ്യാൻ എനിക്ക് സഹായകമായത് ഈ രാവിലെയും വൈകുന്നേരവുമുള്ള ക്ലാസ്സുകളാണ്, എക്സ്ട്രാ എഫേർട്ടുകളാണ്. ട്യൂട്ടേഴ്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. OET എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലേക്കൊരു പേടി കൊണ്ടുവരുന്നത്
നമ്മുടെ റീഡിങ്ങും ലിസണിങ്ങും മോഡ്യൂളുകളാണ്. ആക്ച്വലി ഈ റീഡിങ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ സാധാരണ നമ്മളൊരു പേപ്പർ, ഒരു ഇംഗ്ലീഷ് ന്യൂസൊക്കെ കാണുമ്പോൾ നമുക്കത് വായിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒരു പോസൊക്കെ ഇട്ട് എങ്ങനെ അടുത്ത സെൻറ്റൻസിലേക്ക് പോകണം, എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ അക്കാഡമിയിൽ നിന്ന് കിട്ടി. പിന്നെ ഈ റീഡിങ്ങിന് നമുക്ക് ഒരുപാട് പ്രയാസമുള്ളൊരു കാര്യമാണ് ഈ സിനോണിംസ് വരുന്നത്. അതിന് ഇവിടുത്തെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഡെയിലി ഞങ്ങൾക്ക് 10 സിനോണിംസ് തരും. ഈ സിനോണിംസ് നമുക്ക് എന്നിട്ട് അങ്ങനെ 5 ഡേയ്സിലേക്ക് സിനോണിംസ് തന്നിട്ട് ഈ 50 സിനോണിംസ് നമുക്ക് എക്സാമാണ് സാറ്റർഡേ ആകുമ്പോൾ. അങ്ങനെ എക്സാം തരുന്നതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനുള്ള പ്രോത്സാഹനവും ഇവർ തരുമായിരുന്നു. ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ തരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇമ്പോസിഷനും കിട്ടും. അങ്ങനെ വരുന്നത് കൊണ്ട് കൃത്യമായിട്ട് സിനോണിംസ് പഠിക്കാൻ പറ്റി. ഈ ഏകദേശം 2 മാസത്തോളമാണ് ഞാൻ ഓഫ്ലൈൻ പഠിച്ചത്. ഈ 2 മാസവും എനിക്ക് സിനോണിംസ് ഡെയിലി കിട്ടുമായിരുന്നു. അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ റീഡിങ് കാര്യത്തിൽ. പിന്നെ റീഡിങ്ങിൻ്റെ 2 ആഴ്ചത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ട്രിക്സുകൾ ട്യൂട്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എന്തുമാത്രം അതൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഓരോ പോയിന്റുകളും പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ ബുക്കുകളിൽ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് ഈവൻ എക്സാമിൻ്റെ രാവിലെ ഞാൻ ആ ടിപ്സും ട്രിക്സും എഴുതി വെച്ചേക്കുന്ന ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. ആ സമയത്താണ് ഞാനത് നോക്കിയത്. പക്ഷെ നമുക്കറിയാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിൽ രാവിലെ നോക്കിയ ആ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ എക്സാമിന് എനിക്ക് എഴുതാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളത് അല്ലെങ്കിലും ഓർത്തിരിക്കും, എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന രീതിക്കാണ് ഞാനതെല്ലാം നോക്കിയത്. ലിസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലിസണിങ് ആദ്യമൊക്കെ കേൾക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷേ ചിലപ്പോൾ സ്പെല്ലിങ് തെറ്റായിരിക്കും, സ്പീഡിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊന്നും എത്തപ്പെടാൻ പറ്റത്തില്ല. അതിനൊക്കെ സഹായകമാവുന്നോളം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചില പ്രത്യേക വെബ്സൈറ്റുകളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഡെയിലി കേൾക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ലിസണിങ്ങിൻ്റെ സ്ക്രിപ്റ്റിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിച്ചായിരുന്നു. ഈ 3 മാസത്തെ എല്ലാ ദിവസങ്ങളിലും തന്നെ ഞാൻ ഈ വെബ്സൈറ്റിൽ കയറി ഈ ലിസണിങ് കേൾക്കുമായിരുന്നു. അങ്ങനെ കേട്ടത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ആൻസറുകളിലേക്ക് എത്തപ്പെടാൻ പറ്റി. ചില സമയത്തൊക്കെ ഈ പർപ്പസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ടി വിജയം കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. നമ്മുടെ ഹാർഡ് വർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടത്. പലരും പറയും ഇന്ന അക്കാഡമി, ഏത് അക്കാഡമി അവിടെ ചെന്നാൽ നല്ലത് കിട്ടും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. ഏത് അക്കാഡമി ചെന്നാലും അവിടെ നമ്മൾ ഇടേണ്ട എഫേർട്ടിൻ്റെ അടുത്ത് നമ്മൾ തന്നെ ഇടണം. അത് ഞാനും ഇട്ടു. അക്കാഡമി എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ പോലും അറിയാതെ പല രീതിയിലെ ട്രെയിനിങ്ങിലൂടെ അവരെന്നെ മുന്നോട്ട് നയിച്ചു. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്ക് ഈ OET വിജയം കണ്ടെത്താനായത്. സർവോപരി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഞാൻ എൻ്റെ ഈ ജിനൂസ് അക്കാഡമിയെ സജസ്റ്റ് ചെയ്യുകയാണ്. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഭാവിയിലേക്ക്.